പിണറായി വിജയന്റെ കാലുകളും കൈകളും കുഴയട്ടെ, ചിത്തഭ്രമം സംഭവിക്കട്ടെ, നശിക്കട്ടെ എന്നൊക്കെ കെ മുരളീധരൻ അടക്കം വിശ്വാസ സംരക്ഷണ യാത്രയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞതായി കേട്ടു. ഒരു മനുഷ്യനെ ശപിച്ചാലും പ്രാഗിയാലുമൊക്കെ അത് ആ മനുഷ്യന് മാത്രമേ ഏൽക്കൂ എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് വെറും നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്. അതാണ് പറയുന്നത്, വിശ്വാസവും ശാസ്ത്രവും വെവ്വേറെ കോണിലാണ്. നമ്മിലേക്കും നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്കുമൊക്കെ ആ ശാപവാക്കുകൾ തിരികെ എത്തും, അല്ലെങ്കിൽ അങ്ങനെ എത്തുന്നതായി നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. അതാണ് കാലം, അതാണ് കർമ്മം. ഇപ്പോഴൊരു മറ്റൊരു വാർത്ത കേട്ടപ്പോൾ കെ മുരളീധരൻ പറഞ്ഞതും ഏതാണ്ടൊക്കെ ആ കർമ്മത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന സംഭവങ്ങളാണെന്ന് തോന്നിപ്പോയി. കെ സുധാകരൻ ആശുപത്രിയിലാണ്, മുൻ KPCC പ്രസിഡന്റ്. എന്തായാലും അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് തിരികെ വരട്ടെ. എന്നാലും വിശ്വാസ സംരക്ഷണ യാത്രയിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം സുഖപ്പെട്ടെന്ന് തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസിനുള്ളിൽ കെ സുധാകരൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ, ആശുപത്രിയിൽ കിടക്കുമ്പോൾ, അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും അതിനെതിരെ തോന്നിയാസം പറയുമ്പോൾ ഓർക്കണം, നമുക്കും രോഗം വരും. നമ്മൾ അമേരിക്കയിൽ പോകും, അല്ലെങ്കിൽ ഇറ്റലിയിൽ പോകും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സഹകരണ ആശുപത്രിയിൽ ഒരാൾക്കൊരു രോഗം വരുമ്പോൾ അയാൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ അത് ഇന്ത്യയിലാണോ അമേരിക്കയിലാണോ എന്ന് നോക്കിയിട്ട് അമേരിക്കയിലാണെങ്കിൽ ഗുരുതരമായി ആക്ഷേപിക്കുക, തോന്നിയാസം പറയുക, ഇന്ത്യയിലാണെങ്കിൽ അതിന്റെ മയം ഒന്ന് കുറയ്ക്കുക. അപ്പോൾ ഓർക്കണം, നമുക്കും അസുഖം വരും, നമ്മളും ആശുപത്രിയിൽ കിടക്കും. അത് ചിലപ്പോൾ അമേരിക്കയിൽ ആശുപത്രിയിലാകാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്വന്തം സഹകരണ ആശുപത്രിയിലെ നല്ല AC തണുപ്പുള്ള ആ ബെഡിലായിരിക്കും. എന്തായാലും ചികിത്സ ഉറപ്പാണ്. അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്നത് ആരായാലും ഓർത്തിരിക്കണം.